അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് റമദാൻ 15 ആണല്ലോ. ഈ റമദാൻ 15ൻ്റെ ഈ ദിവസത്തിൽ, ഈ ഒരു പകലിലും ഈ ഒരു രാത്രിയിലും നിങ്ങൾ ഈ ഒരു മഹാൻ്റെ, ഈ ഒരു മഹ്ദിയുടെ പേര്, ഈ ഒരു സൂറത്ത് ഒരു തവണ ഓതിയിട്ട് ദുആ ചെയ്താൽ മതി. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും പടച്ച റബ്ബ് സാധിപ്പിച്ചു തരും. അത് ഉറപ്പാണ്. നിങ്ങൾക്ക് 100% ഗ്യാരൻറ്റിയോടെ ഒരു റമദാൻ 15 കൈവിടാതെ നിങ്ങൾക്ക് ദുആ ചെയ്യാം, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. റമദാൻ 15ൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? റമദാൻ 15 സയ്യിദത്തുനാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ആണ്ട് ദിവസമാണ്. മഹിളകൾക്കൊരു മാതൃകയായിരുന്നു ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ബീവിയിൽ നിന്നും അറിവ് നുകരാൻ ദൂരദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹ അടക്കം ഒട്ടേറെ ശിഷ്യർ ബീവിക്കുണ്ടായിരുന്നു. ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടപ്പോൾ അവിടുന്ന് എന്നോട് പറഞ്ഞു, നിനക്ക് വല്ല ആവശ്യവും ഉണ്ടെങ്കിൽ എൻ്റെ പേരമകളായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യുക, എന്നാൽ അള്ളാഹു അത് വീട്ടിത്തരും. നമുക്ക് അവിടത്തേക്ക് തവസ്സുലാക്കി നബിയോട് ദുആ ചെയ്യാം, റബ്ബിനോട് ദുആ ചെയ്യാം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകതകളിൽപ്പെട്ട ഏറ്റവും വലിയൊരു പ്രത്യേകത അറിയണോ നിങ്ങൾക്ക്? നഫീസത്തുൽ മിസ്രിയ നോമ്പുകാരിയായിരുന്നു. നോമ്പുകാരിയായപ്പോൾ അസുഖം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നോമ്പ് മുറിക്കണം എന്ന്. അപ്പോൾ നഫീസത്തുൽ മിസ്രിയ പറഞ്ഞു, കാലങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റുകൊണ്ട് അള്ളാഹുയുടെ മുന്നിൽ എത്തുക എന്നത്. എന്നിട്ട് എന്നോട് നോമ്പ് മുറിക്കാൻ പറയുന്നോ എന്ന്. അങ്ങനെ നോമ്പ് മുറിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ മഹദി നഫീസത്തുൽ റളിയല്ലാഹു അൻഹ. നമ്മുടെ മുത്ത് ഹബീബിൻ്റെ പേരമകളായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ 30 തവണയാണ് ഹജ്ജ് ചെയ്തത്. 30 തവണയും നടന്നുകൊണ്ടാണ് ഹജ്ജ് ചെയ്തത്. അത്രക്കും മഹത്വമുള്ള മഹദിയാണ് ഈ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. അദ്ദേഹത്തിൻ്റെ ആണ്ട് ദിവസമാണ്. ഈ ദിവസത്തിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ ആഗ്രഹം, എന്താണോ നിറവേറാനുള്ളത്, അത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ശേഷം നിങ്ങൾ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക. ശേഷം നിങ്ങൾ യാസീൻ ഓതുക, എന്നിട്ട് ദുആ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഫാത്തിഹ ഓതുക, എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ യാസീൻ ഓതാൻ കഴിയുക അത്ര നേർച്ച വെച്ചിട്ട് ഓതുക. ഈ ഒരു ദിവസത്തിൽ റമദാനിൻ്റെ പോരിശകൾ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സാധിപ്പിച്ചു തരും. ദുആ എളുപ്പത്തിൽ സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. പലരുടെയും ജീവിതത്തിൽ വഴിതെളിയിച്ച ഒരു മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ. അത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഒരു അമല് ചെയ്ത് നോക്കും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പടച്ച റബ്ബ് സ്വീകരിക്കും, ദുആ സ്വീകരിക്കും, അത് ഉറപ്പാണ്. ഈ ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ ഹലാലായ വലിയ മുറാദ് സാധിപ്പിച്ച് കിട്ടിയെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ഈ ഒരു ഇസ്ലാമിക ടിപ്സ് ഉപയോഗിച്ച് ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്.